നമസ്തേ. ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് CBSE ക്ലാസ് 10 അതിൻ്റെ യൂണിറ്റ് 3 ഇവാലുവേഷൻ മോഡൽസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നോക്കാം. ലെസൺ ടൈറ്റിൽ ഇവാലുവേഷൻ മോഡലാണ്. ഇതിനകത്ത് ആ സെഷന്റെ എക്സ്പ്ലനേഷൻ കൂടാതെ ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെയാണ് അത് പറയുന്നത്. വളരെ മെച്ചപ്പെട്ട ഒരു കരിക്കുലം ആണ്. ഇന്റലിന്റെ ആണ്. ഓക്കെ, വളരെ അഡ്വാൻസ്ഡും കൂടെയാണ്. സമ്മറി നോക്കാം. ഇൻ ദിസ് മോഡ്യൂൾ, അതായത് ഇപ്പോൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ ഒരല്പം ഔട്ട്ഡേറ്റഡ് പഠിക്കുമ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 10th വരും. ഇങ്ങനെ ഒരു വ്യത്യാസം കൂടെ. ഓക്കെ, അപ്പോൾ ഇവര് പ്രോഗ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. In this module, students are introduced to the common metrics. നമ്മൾ ഈ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതൊരു പട്ടിക, ടേബിൾ. നമുക്ക് പല കാര്യങ്ങളും മെഷർ ചെയ്യാൻ കഴിയുന്ന മെട്രിക്സ്. ഇതിന് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതതിൻ്റെ പ്രോസസ്സിങ് പാർട്ട്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ചില അളവുകോലുകൾ, അതാണ് ഇവിടെ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ കോമൺ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാകുമ്പോൾ നമ്മളുടെ അളവുകോലുകൾ 1, 2, 3 പാരാമീറ്റേഴ്സേ ഉള്ളൂ. കുറച്ച് കോംപ്ലക്സ് ആകുമ്പോൾ അതൊരു മെട്രിക്സ് ഫോം പോലെ രൂപപ്പെടും. ഒരു പട്ടിക രൂപത്തിൽ ഇന്ന കാരണങ്ങളാണ് ഇന്ന മാർക്ക്, ഇന്ന കാരണങ്ങളാണെങ്കിൽ ഇന്ന മാർക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു പ്രസംഗ മത്സരം അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് ജഡ്ജസിന് ഒരു ഗൈഡ് കൊടുക്കുകയാണെങ്കിൽ അതൊരു മെട്രിക്സ് ആയിരിക്കും. ഇന്ന കാര്യം ഉണ്ടെങ്കിൽ ഇത്ര മാർക്ക്, ഇന്ന കാര്യം ഉണ്ടെങ്കിൽ ഇത്ര മാർക്ക്, ഇന്നതാണ് കവർ ചെയ്തെങ്കിൽ ഇത്ര മാർക്ക്. ഇപ്പോൾ ഒരു പരീക്ഷാ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ കീ കൊടുക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കീ, അതും ഒരു മെട്രിക്സ് ഫോമാണ്. അതിനെ നമുക്ക് മെട്രിക്സ്, ആ അർത്ഥത്തിലാണ് ഇവിടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ പട്ടിക, ആ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞ ആ ഒരു സംഭവം. AI models, evaluate AI models. They will know how to derive and calculate the evaluation metrics and would also get an idea. ഇവിടെ നമ്മൾ ആ മെട്രിക്സ് കൺസെപ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ട്. അതും കൂടെ പറയാൻ വിട്ടുപോയി. അതും കൂടെ ഉണ്ടാവും. ആ മെട്രിക്സും ഉണ്ട്. നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞ് റോസ് ആൻഡ് കോളംസിൽ എഴുതി ഇവാലുവേറ്റ് ചെയ്യുന്ന ആ സംഭവമുണ്ട്. They will know how to derive and calculate the evaluation metrics and would also get an idea of how to improve the accuracy and efficiency of AI model. അപ്പോൾ നമ്മൾ ആ ഇവാലുവേഷൻ മെട്രിക്സ് എല്ലാം വെച്ചിട്ട് ഡെറൈവ് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ ആക്യുറസിയും എഫിഷ്യൻസിയും ഒക്കെ AI മോഡലിന്റെ മനസ്സിലാക്കുക. They will be introduced to the concept of train test split. അതായത് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ 80% ട്രെയിൻ ചെയ്യാൻ 20% ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ 70% ട്രെയിൻ ചെയ്യാനും 30% ടെസ്റ്റ് ചെയ്യാൻ. അത് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിന്റെ പെർസെൻറ്റേജ് മാറ്റും. അത് എങ്ങനെയാ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോമൺ ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്യുറസി, കൃത്യത, കൺഫ്യൂഷൻ മെട്രിക്സ്, അതൊരു മെട്രിക്സ് ഫോം തന്നെ. മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്ന റോസ് ആൻഡ് കോളംസ്. പ്രിസിഷൻ, ആ കൃത്യത, ആ വളരെ ആ കൃത്യതയാണ് പറയുന്നത്. റീകാൾ, F1 സ്കോർ. ഈ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും കൂടെയാണ്. കുറച്ച് മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. Learners will also be able to identify the use of metrics
in use cases encountered in everyday life. ഓക്കെ, ആ യൂസ് കേസസും പറയുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട വഴികൾ, അതാണ് യൂസ് കേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമ്മൾ ഒരു ATM ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ യൂസ് കേസ് എന്ന് പറയുന്നത് ആ സ്ക്രീൻ നമ്മൾ കണ്ടു, നമ്മളുടെ കയ്യിലുള്ള ATM കാർഡ് അതിനകത്ത് ഇട്ടു, അപ്പോൾ അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബാങ്ക് ടു ബാങ്ക്, നമ്മളുടെ പിൻകോഡ് കൊടുക്കുന്നു, നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു, ബാലൻസ് കാണിക്കുന്നു. അതാണ് ആ ATMന്റെ യൂസ് കേസ്. ആ ചെയ്യുന്ന രീതിയാണ് നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാർഡ് എടുക്കാൻ പറയുന്നു, അപ്പോൾ കാർഡ് എടുക്കും. ഇതാണ് നമ്മൾ അവിടുത്തെ യൂസ് കേസ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സിന്റെ യൂസ് കേസസ് ആണ് ഇവാലുവേഷൻ മോഡൽ. അപ്പോൾ ഇവിടെ അതിന്റെ കോമൺ മെട്രിക്സ് യൂസ് ടു ഇവാലുവേറ്റ് AI മോഡൽസ് ഒരു അല്പം അഡ്വാൻസ്ഡ് ആണ്. ഈ കൺസെപ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഉണ്ട്, നിങ്ങൾ പിന്നീട് പഠിക്കാൻ പോകുന്ന പല മെട്രിക്സ് ഇവാലുവേഷൻ മെത്തേഡ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇവിടെ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവാലുവേറ്റ് AI മോഡൽസ് കോമൺ മെട്രിക്സ്, AI മോഡൽസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കോമൺ മെട്രിക്സിനെ പരിചയപ്പെടുത്തും. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരും. പിന്നെ ഫെമിലിയറൈസ് സ്റ്റുഡൻസ് വിത്ത് ഡെറൈവിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്, ആ ഇവാലുവേഷൻ മെട്രിക്സ് എങ്ങനെ അതിൽ നിന്ന് ഡെറൈവ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് പരിചയപ്പെടുത്തും. ടു എനേബിൾ സ്റ്റുഡൻസ് ടു റെക്കഗ്നൈസ് ദ മോസ്റ്റ് സൂട്ടബിൾ ഇവാലുവേഷൻ മെട്രിക് ഫോർ എ ഗിവൺ ആപ്ലിക്കേഷൻ. ഇവിടെ വളരെ പ്രധാനമാണ്. ഒരു പർട്ടിക്കുലർ കേസിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഇവാലുവേഷൻ മെത്തേഡ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ചിലത് പറ്റില്ല, ചിലത് പറ്റും, അല്ലേ? അപ്പൊ ആ ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നോ? അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും കോമൺ മെട്രിക്സ് AI മോഡൽസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ചില മെട്രിക്സ് നമ്മൾ പരിചയപ്പെടും. ഡിറൈവ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഇവാലുവേഷൻ മെട്രിക്സ്. നമ്മളത് ഡിറൈവ് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും ഇവാലുവേഷൻ. Recognize the most suitable evaluation metric for a given application. അപ്പോൾ ആ ഇവാലുവേഷൻ AI മോഡൽസിന്റെ കോമൺ മെട്രിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടും. നമ്മൾ അതിൽ നിന്ന് പലതും ഡിറൈവ് ചെയ്യും, കാൽക്കുലേറ്റ്. Recognize the most suitable evaluation metrics for a given application. വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഇവാലുവേഷൻ മെട്രിക്സ് ഏതാണെന്ന് പരിചയപ്പെടും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ആ AI മോഡൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തിനാണ് അതറിയണ്ടേ നമുക്ക്? അതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോ നമ്മളെ ട്രാൻസ്ലേഷന് സഹായിക്കുന്ന ഒരു AI ടൂൾ, അപ്പോ അതിന്റെ തർജിമയൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ മോഡൽ വെച്ച്. ഇത് ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ല, ആ മോഡലിന്റെ വ്യത്യാസത്തിൽ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ AI ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ അതാണ് AI മോഡൽസ്. അപ്പൊ നമുക്ക് ആ പർട്ടിക്കുലർ ഔട്ട്കം കിട്ടാൻ വേണ്ടി ഇപ്പോ നമ്മളുടെ കസ്റ്റമേഴ്സിനെ തിരിച്ചറിയാനുള്ള ഒരു AI ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിന് ഡേറ്റ എല്ലാം കൊടുത്തു, ആ മോഡല് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് കൃത്യമായ നമ്മളെ ടെസ്റ്റ് ഡേറ്റ എന്ന് മനസ്സിലാക്കും. ആ ടെസ്റ്റ് ഡേറ്റയിൽ നമുക്ക് തീരെ പോസിറ്റീവ് അല്ലാത്ത റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ AI മോഡൽ മാറ്റും, കുറച്ചുകൂടെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള AI മോഡൽ. ഇതാണ് ഉദ്ദേശം. അപ്പം നമ്മൾ ചൂസ് ചെയ്യണം, പിക്ക് ചെയ്യണം
നമ്മളുടെ ലെവൽ ഓഫ് ആക്യുറസി കിട്ടുന്ന ചിലതിന് നമുക്ക് വളരെ വലിയ ഡീപ്പായിട്ട് ആക്യുറസി ലെവൽ വേണ്ടായിരിക്കും. ചിലതിന് അങ്ങനെയല്ല, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ കൃത്യതയോട്ട് പ്രിഡിക്റ്റ് ചെയ്യേണ്ട AI മോഡൽസ് വേണം. അപ്പോൾ ആ എസെൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് മോഡൽ ഇവാലുവേഷൻ അതാണ് നമ്മൾ നോക്കുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തത വരും. നമ്മളിത് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും. ഇതിന്റെ തുടക്കം പറയാണ്, till now we have learned about 4 stages AI project cycle. അതായത് നമ്മൾ 3ാമത്തെ യൂണിറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുവരെ നമ്മൾ പഠിക്കുമ്പോൾ 4 സ്റ്റേജ് AI പ്രോജക്ട് സൈക്കിളാണ് നമ്മൾ കണ്ടത്. അതിൽ പ്രോബ്ലം സ്കോപ്പിംഗ്, പ്രോബ്ലത്തിന്റെ വിഷയത്തിന്റെ പരിധി, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ അക്വയർ ചെയ്യുക, പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ അത് എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ച്, പിന്നെ മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിതിന് പറ്റുന്ന മോഡലിംഗ് ഏതാണ് എന്നറിയാം. എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആ വേണ്ട രീതിയിലുള്ള വേണ്ട ഇത്രയും ഡേറ്റ എടുക്കുക, ആവശ്യമില്ലാത്ത കളയുക ഒക്കെ വരിക. എന്നിട്ട് ഓരോന്നിനും ഓരോ മോഡലാണ് വേണ്ട. While in modeling we can make different types of models, how do we check if one's better than the other? അപ്പോൾ ഒരു മോഡലിൽ നിന്ന് മറ്റൊരു മോഡൽ എങ്ങനെ ഫലപ്രദമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ദാറ്റ് ഈസ് വെയർ ഇവാലുവേഷൻ കംസ് ഇൻ ടു പ്ലേ. അപ്പോൾ ചില മോഡൽ നമുക്ക് പറ്റില്ല. ഇപ്പോൾ സമ്മറി കാണേണ്ടത്, ഡീറ്റെയിൽ കാണേണ്ടത്, ചില മോഡൽ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മോഡൽ മാറും. ഇൻ ദ ഇവാലുവേഷൻ സ്റ്റേജ് വി വിൽ explore different models of evaluation and AI model. Model evaluation is an integral part of model development process. It helps to find the best model that represents our data and how well the chosen model will work in the future. അപ്പോൾ നമുക്ക് ബെസ്റ്റ് മോഡൽ അറിയണം, നമ്മുടെ ഡേറ്റയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഭാവിയിൽ അത് എത്രത്തോളം ഫലപ്രദമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഇവിടെ നോക്കുന്നത് ആ മോഡൽ ഇവാലുവേഷന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് മോഡൽ ഇവാലുവേഷൻ. മോഡൽ ഇവാലുവേഷൻ is the process of using different evaluation metrics to understand a machine learning model's performance. ആ മെഷീൻ ലേണിംഗ് മോഡലിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാനാണ് അല്ലെ. അതായത് നമ്മളുടെ ആവശ്യത്തിന് എത്രത്തോളം കൃത്യമായി കിട്ടുന്നുണ്ട്, അങ്ങനെയാണെ മോഡൽ ഓക്കെയാ. അങ്ങനെയാണെങ്കിൽ ആ മോഡൽ ഓക്കെയാണ്. ഇതൊന്ന് കുത്തട്ടെ. ഇത് കുത്തിയിട്ട് ബാക്കി പറയാം. ഓക്കെ, ആ ബാറ്ററിയുടെ പ്രശ്നം പരിഹരിച്ചു. പ്ലഗ്ഡ് ഇൻ. Model evaluation is the process of using different evaluation methods to understand അതിന്റെ പെർഫോമൻസ്. An AI's model gets better with the constructive feedback. വളരെ ക്രിയാത്മകമായ ശരിയായ രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളുടെ കാര്യത്തിലും അങ്ങനെ. നമ്മളൊരു മോഡൽ ബിൽഡ് ചെയ്യും, അതിന്റെ ഫീഡ്ബാക്ക് അത് എത്രത്തോളം കൃത്യമാണെന്ന് നോക്കും, വേണമെങ്കിൽ അതിന് ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കും. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എവിടം വരെ എത്തുമോ അതുവരെ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അപ്പൊ അത്രത്തോളം കൃത്യത വരും. ഈ ട്രാൻസ്ലേഷനൊക്കെ നല്ല ഉദാഹരണമാണ്, ഭാഷയുടെ ട്രാൻസ്ലേഷനൊക്കെ. അപ്പൊ എത്രത്തോളം കൃത്യമായിട്ട് ആ വാക്കുകൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് ശരിയായില്ല, ചില വാക്കുകളിൽ അവ്യക്തതയുണ്ട്, ചില വാക്കുകളുടെ കോമ്പിനേഷൻ കറക്റ്റ് അല്ല. അപ്പൊ എന്നിട്ട് നമ്മൾ വേറൊരു മോഡൽ നോക്കും. അതാണ് സംഭവം. യു ലേൺ എ സബ്ജക്ട്. നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കും, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള സയൻസ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു. നമ്മൾ അതിന്റെ ടെസ്റ്റ് എടുക്കുന്നു, അല്ല പരീക്ഷ എഴുതുന്നു. നമ്മൾ അതിന്റെ റിസൾട്ട് നോക്കുന്നു.
അതിൽ നിന്ന് നമ്മൾ മെച്ചപ്പെടുത്തുന്നു. യു ത്രൈവ് ഫോർ ബെറ്റർ റിസൾട്ട്. നമുക്ക് അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ അത്രത്തോളം പെർഫോം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അപ്പൊ അത് നമുക്കൊരു മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് ക്ലാസ് ടെസ്റ്റുകളിലും നമ്മൾ ക്ലാസ് ടെസ്റ്റിൽ കിട്ടിയ മാർക്കുകളൊക്കെ നോക്കും. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇന്ന ഭാഗങ്ങളിൽ എനിക്ക് പോയി അത് പഠിപ്പിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞ ആ 4 ബോക്സ് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ആ ട്രെയിനിങ് ദ ഡേറ്റ മോഡൽ വിത്ത് ട്രെയിൻ ഡേറ്റ. ഇവിടെ മെഷീൻ നമ്മൾ കൊടുത്ത ഡേറ്റ പഠിക്കുന്നു, നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ഒരു ക്ലാസ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുന്നു. അതാണ് ടെസ്റ്റിംഗ് ദ മോഡൽ വിത്ത് ടെസ്റ്റ് ഡേറ്റ. എന്നിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം നമ്മൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവാലുവേറ്റ് ദ മോഡൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യും. നമുക്ക് പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ, അല്ലെ പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എഴുതാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക്. അതാണ് ഫൈൻ ട്യൂണിങ് ദ മോഡൽ ഫോർ ബെറ്റർ പെർഫോമൻസ്. ഇവിടെ ആ മോഡൽ സൂട്ടബിൾ അല്ലെങ്കിൽ വേറെ മോഡൽ നമ്മൾ പരിഗണിക്കും. അപ്പൊ ഇവിടെ ഒരു റിപ്പോർട്ട് കാർഡ്, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. There are many parameters like grade, percentage, percentiles, ranks. ഗ്രേഡ് നോക്കാം, പെർസെൻറ്റേജ് നോക്കാം. ഈ പെർസെൻറ്റൈൽസ് എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യന്റെ ടഫ്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റൈൽസ് എന്ന്. ആ ടഫ്നെസ്സും കൂടെ കൺസിഡർ ചെയ്ത ഒരു ഇവാലുവേഷൻ മെത്തേഡ്. റാങ്ക് നിങ്ങൾക്ക് അറിയാം. അതായത് പെർസെൻറ്റൈൽസ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 90 അതിനപ്പുറത്തേക്കൊക്കെ മാർക്ക് കൂടുതൽ പേർക്ക്. താരതമ്യേന ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ 60 പോലും കടക്കില്ല, അല്ലെ? അപ്പൊ അതിനെ ബേസ് ചെയ്ത് വേണം പിന്നെ അതിന്റെ ഇവാലുവേഷൻ പറയാൻ. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പലരും 60 കടന്നിട്ടില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് വേണ്ട പിന്നെ ആ റിസൾട്ടിനെ കുറിച്ച് പറയാൻ. അല്ലാതെ അവിടെ കയറി നമ്മൾ ആർക്കും 90 കിട്ടിയില്ല, 95 കിട്ടിയില്ല, 100 കിട്ടിയില്ല, അതുകൊണ്ട് ഇവര് പരീക്ഷ എഴുതിയൊക്കെ മോശമാണ്, അങ്ങനെയല്ലല്ലോ. അപ്പൊ ആ ടഫ്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു മെത്തേഡാണ് പെർസെൻറ്റൈലിൽ ഫോളോ. ഗ്രേഡിങ്ങിലും ഗ്രേഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, get evaluated and you where to work more. Need of model evaluation. In essence, model evaluation is like giving your AI model a report card. അപ്പോൾ മോഡൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് കാർഡ് കൊടുക്കുകയാണ്, ഇത് എത്രത്തോളം ഓക്കെ ആണ് അല്ല എന്നുള്ളത്. ഇറ്റ് ഹെൽപ്സ് യു ടു അണ്ടർസ്റ്റാൻഡ് സ്ട്രെങ്ത്, വീക്ക്നെസ്, സൂട്ടബിലിറ്റി ഫോർ ദ ടാസ്ക് അറ്റ് ഹാൻഡ്. അപ്പോൾ അതിന്റെ ശക്തി, അതായത് ആ ഇവാലുവേഷൻ മോഡൽ എത്രത്തോളം കൊള്ളാം, അത് എത്രത്തോളം മോശമാണ്, എത്രത്തോളം സൂട്ടബിൾ ആണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോ this feedback loop is essential for building trustworthy and reliable. ഇതിനകത്ത് ഫീഡ്ബാക്ക് വേണം. അതായത് നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയെന്ന് നമുക്ക് അറിയണം. എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ നമ്മളുടെ പെർഫോമൻസ് എത്രത്തോളം നന്നായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഫീഡ്ബാക്ക് വേണം, അല്ലാതെ രക്ഷയില്ല. അതാണ് അവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ് ഫോർ മോഡൽ ഇവാലുവേഷൻ, ലെറ്റ് us know how to begin with the process. There can be different evaluation technique depending on the type and purpose of the model. നമ്മളുടെ ആവശ്യം അനുസരിച്ച് പലതരത്തിലുള്ള ഇവാലുവേഷൻ. നമുക്കതിൽ സ്പ്ലിറ്റിംഗ് ദ ട്രെയിനിങ് സെറ്റ് ഡാറ്റ ഫോർ ഇവാലുവേഷൻ നോക്കാം. The train test split is a technique for evaluation the performance of a machine learning algorithm.
ആ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പട്ടിയുടെ പടം അല്ലെങ്കിൽ പൂച്ചയുടെ പടം പഠിപ്പിക്കുക. നമ്മൾ ആദ്യം ഒരു പട്ടിയുടെ പടം കാണിച്ചു, എന്നിട്ട് പറഞ്ഞു ഇത് പട്ടിയുടെ പടമാണ്. രണ്ടാമത്തത് കാണിച്ചു, മൂന്നാമത്തെ കാണിച്ചു. നമ്മൾ ഓരോ പടം കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇത് പട്ടിയുടേതാണ്, പൂച്ചയുടേതാണ്, ഇത് പട്ടിയുടെയും പൂച്ചയുടെയും അല്ല, മറ്റൊരു മൃഗത്തിന്റെയാണ് എന്നൊക്കെ നമ്മൾ പടം പറഞ്ഞിട്ടാ കൊടുക്കുക. ആ പറഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിന് ഓക്കെയാണ്. ഈ ട്രെയിൻ ആൻഡ് ടെസ്റ്റ് സ്പ്ലിറ്റിൽ the procedure involves taking a data set and dividing it into two subsets. ആ ട്രെയിൻ ചെയ്യുന്ന ആ ഡേറ്റാ സെറ്റിനെ എടുത്ത് രണ്ടായിട്ട് അങ്ങ് തിരിക്കും. ഒരു ഭാഗം എടുത്ത് ട്രെയിൻ ചെയ്യാനും കൊടുക്കും, അതിന്റെ തന്നെ കുറച്ച് ഭാഗം ടെസ്റ്റ് ചെയ്യാനും കൊടുക്കും. ടെസ്റ്റ് അതായത് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ പടം കാണിക്കുമ്പോൾ അത് പറയണം പട്ടിയാണോ പൂച്ചയാണോ. പട്ടിയാണോ പൂച്ചയാണോ എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ഒരു വ്യക്തിയെ നമ്മൾ കാണിച്ചു, ആ വ്യക്തിയുടെ ഫേസ്ബുക്കിൽ ഉള്ള റിലേറ്റീവ്സിന്റെയും സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ പടം കാണിച്ചു. പിന്നീട് നമ്മൾ ആ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും പടം ഡിഫറെന്റ് ഏജിലുള്ള, അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വയ്യാത്ത ഒരു സുഹൃത്തിന്റെ പടം അവിടെ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഇയാളുടെ ഫ്രണ്ടാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. വേണ്ടേ? അങ്ങനെ ഒരു സംഭവം വേണ്ടേ? അതാണ് ഈ പറയുന്നത്. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്താണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും നമുക്കേ പറയാൻ പറ്റും. വേറെ ഹാക്ക് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. The procedure involves taking a data set and dividing it into two sets, the training data sets and the testing data set. The train test procedure is appropriate when there is a sufficiently large data set. ഈ ട്രെയിൻ ടെസ്റ്റ് പ്രൊസീജിയർ, ഈ മെത്തേഡ് അപ്രോപ്രിയേറ്റ് ആണ് ആവശ്യത്തിന് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് വലിയ അളവിൽ. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഓക്കെയാണ്. അപ്പോ ആ ഒരു ടെസ്റ്റിംഗ് സെറ്റും ട്രെയിനിങ് സെറ്റും കളർ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് മൊത്തം ഡേറ്റാ സെറ്റിനെ ഒരു ബ്ലാക്ക് വൈറ്റ് കൊണ്ട് കാണിച്ചിട്ട്, ഒരു ഇരുണ്ട നിറം കൊണ്ട് കാണിച്ചിട്ട് കളർ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ടെസ്റ്റ് ഡേറ്റ ഏതാ ട്രെയിൻ ഡേറ്റ ഏതാന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എണ്ണം കൊണ്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് 10,000 ഫോട്ടോസ് ഉണ്ട്, ഡേറ്റ ഉണ്ട്, ഡേറ്റ ഫോർ ഇമേജ് ക്ലാസിഫിക്കേഷൻ. അതിലൊരു 8,000 ഫോട്ടോ കാണിച്ചിട്ട് അതിനെ പഠിപ്പിച്ചു. എന്നിട്ട് ബാക്കിയുള്ള 2,000 ഫോട്ടോ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ഈ പഠിപ്പിച്ചത് ഓക്കെ ആണോ. അതാണ് ആ ആരോ ഡയഗ്രം കൊണ്ടും മുകളിലത്തെ ഡയഗ്രം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുക ഈ ട്രെയിൻ ആൻഡ് സ്പ്ലിറ്റിന്റെ ആവശ്യം എന്താ? നീഡ് ഓഫ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. A trained data set is used to make the model learn. അപ്പൊ അതിനകത്തെ ട്രെയിൻ ഡേറ്റാ സെറ്റ് കൊണ്ട് നമ്മൾ മോഡലിനെ പഠിപ്പിക്കുക. The input element of the test data sets are provided to the trained model. നമ്മൾ ആ ട്രെയിൻഡ് മോഡലിന് ആ ഇൻപുട്ട് എലമെന്റ്സ് കൊടുക്കും. ഇനി എന്നിട്ട് ആ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യും. അല്ലെ, നമ്മളുടെ കൂട്ടുകാരുടെ പടമെല്ലാം കൊടുത്തു, ഉടനെ നമ്മൾ ഇച്ചിരി മാറ്റി വേറൊരു കൂട്ടുകാരന്റെ പടം കൊടുത്തു. അപ്പൊ അതിന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. The model makes prediction and the predicted values are compared to the നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണോ റിസൾട്ട് വരുന്നത്. The object is to estimate the performance of the machine learning.
അപ്പോ നമ്മൾ ഉദ്ദേശിച്ച പടത്തിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് ഉത്തരം പറഞ്ഞതെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂന് ഓക്കെയാണ്. പക്ഷെ ചില പടമൊക്കെ പറയുന്നില്ല കൃത്യമായി. അതൊരു 50% പറയുന്നത് ശരിയല്ലെങ്കിൽ നമ്മൾ പറയും ഒരു 50% കറക്റ്റ്നസ് ഉള്ളു, ബാക്കി പകുതി അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെ റെയറായിട്ട് ചിലതൊക്കെ ശരിയായിട്ട് പറയുന്നുള്ളൂ, മിക്കതും പറയുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ പറയും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഈസ് ടു എസ്റ്റിമേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ മെഷീൻ ലേണിംഗ് മോഡൽ, ന്യൂ ഡേറ്റ നോട്ട് യൂസ് ടു ട്രെയിൻ മോഡൽ. ഇവിടെ നമുക്ക് ഈ പടം ഒന്ന് നോക്കിക്കളെ. പടം അൽഗോരിതം ഉണ്ട്, അത് വെച്ച് നമ്മൾ മോഡൽ ഉണ്ടാക്കുകയാണ്. അൽഗോരിതം ഉണ്ട്, പഠിക്കാത്ത മോഡലും ഉണ്ട്. എന്നിട്ട് നമ്മളുടെ കയ്യിൽ ഡേറ്റാ സെറ്റ് ഉണ്ട്, നമ്മൾ അത് വെച്ച് പഠിപ്പിച്ചു. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, അതില് ട്രെയിൻ ചെയ്യിച്ചു, ടെസ്റ്റ് ചെയ്യിച്ചു. അപ്പൊ ഇവാലുവേറ്റ് മോഡൽ ഇവാലുവേഷൻ സ്കോർ 0.67. അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 100 ടെസ്റ്റ് നടത്തിയപ്പോൾ 67 എണ്ണം ശരിയാണ്, അല്ലെങ്കിൽ 10 ടെസ്റ്റ് നടത്തിയപ്പം 6.7 ശരിയാണ് അല്ലെ. അതാണ് ആ ഇവാലുവേഷൻ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഒരു 7 അല്ലെങ്കിൽ 67ഓളം, 6.7 അല്ലെങ്കിൽ 67 അല്ലെങ്കിൽ 670, 1000 ടെസ്റ്റ് നടത്തുമ്പോൾ 670 എണ്ണം ശരി അല്ലെ, അത്രത്തോളം ശരിയാവും. അതായത് ഒരു 33% തെറ്റുവരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ പറയുന്നത്. ദിസ് ഈസ് ഹൗ വി എക്സ്പെക്ട് ടു യൂസ് ദ മോഡൽ ഇൻ പ്രാക്ടീസ്. അതായത് ഞാനൊരു AI മോഡൽ എടുത്തു, ഒരു പർട്ടിക്കുലർ മോഡൽ. എൻ്റെ കയ്യിലുള്ള 100 ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത 100 പടങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഞാൻ എന്നിട്ട് അതിനോട് പറഞ്ഞ്, അല്ലെങ്കിൽ 80 പടം പഠിപ്പിച്ചു. ഞാൻ അതിനോട് പറഞ്ഞ് ഇതൊക്കെയാണ് സംഭവം, ഇതെന്റെ ഫ്രണ്ടാണ്, ഇതെന്റെ അങ്കിളാണ്, ഇതെന്റെ മകനാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെന്റെ ചേട്ടനാണ്, ഇതെന്റെ അനിയനാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അടുത്ത ഒരു 20 പടം ഇതിനെ കൊണ്ട് കാണിച്ചിട്ട് ചോദിക്കുക, ഇതാരാണ്, ഇതെന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, അങ്ങനെ ഞാനത് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ആ 20 എണ്ണം ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏതാണ്ട് 12 13 ഒക്കെ ശരിയാകുന്നു, 7 എണ്ണം തെറ്റുന്നു. അപ്പൊ നമ്മൾ പറയും അല്ലെങ്കിൽ 100 എണ്ണം കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് 67 ശരിയാകുന്നുണ്ട്, 33 ശരിയാകുന്നു. അപ്പൊ നമ്മൾ പറയും ഇവാലുവേഷൻ സ്കോർ 0.6. സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്, നമ്മളൊരു ട്രാൻസ്ലേഷൻ മോഡൽ, ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് മലയാളത്തിൽ കാണും. ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തത് മലയാളത്തിൽ ആ മോഡൽ വെച്ചിട്ട് മലയാളം കാണിച്ചു തന്നെ, ആ ആൽഗോരിതം വെച്ചിട്ട്. പക്ഷെ മലയാളം നോക്കുമ്പം അങ്ങനെയൊന്നും അങ്ങനെ ശരിയാകുന്നില്ല. കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചില വാക്കുകൾ യോജിപ്പിക്കുമ്പോൾ, ചിലതിന്റെ മീനിങ് മൊത്തത്തിൽ എടുക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോ നമ്മൾ അതിനൊരു പെർസെൻറ്റേജ് കൊടുക്കും, അതാണ് ഈ 0.67 എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ശരിയാകാനാണ്. ദിസ് ഈസ് ഹൗ വി എക്സ്പെക്ട് ടു യൂസ് മോഡൽസ് ഇൻ പ്രാക്ടീസ്, നെയ്മിലി ടു ഫിറ്റ് ഇറ്റ് ഓൺ അവൈലബിൾ ഡേറ്റ വിത്ത് നോൺ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. നമുക്കറിയാം രണ്ടും. Then make prediction on new examples in the future when we do not have the expected output to a targeted. ഇവിടെ നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇൻപുട്സ്, in the future we do not have the expected output, then make predictions of new examples in the future. അവിടെ നമുക്കില്ല, പിന്നീട് ഫ്യൂച്ചറിൽ ഇത് പറയുമ്പോൾ നമ്മുടെ കയ്യിലില്ല. നമുക്കറിയാം ഇത്രത്തോളം വാസ്തു അതിനകത്ത് നടക്കത്തുള്ളൂ.
Remember, that is not recommended to use the data we use to build the model to evaluate it. നമ്മൾ ട്രെയിൻ ചെയ്ത ഡേറ്റ അല്ല നോക്കുക, അതല്ലാന്ന് നമ്മൾ തീരുമാനിക്കുക. Remember that it is not recommended to use the data we use to build the model to evaluate, because our model will simply remember the whole training set and will therefore always predict the correct label for any point in the training set. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് ഓൾറെഡി അറിയാം, നമ്മൾ അല്ലാത്ത വേണം കൊടുക്കാൻ. അപ്പൊ ആ ഒരു വാക്കാണ് ഓവർ ഫിറ്റ്. ഓൾമോസ്റ്റ് അറിയാവുന്നത് തന്നെ അതിന് കൊടുത്തത്. You will learn more about the concept including the train, test split and cross validation in higher classes. അപ്പോൾ ഇപ്പോൾ ഇത്രയും പഠിക്കുക. ഇവിടെ നമ്മൾ ഈ ട്രെയിൻ, ടെസ്റ്റ്, സ്പ്ലിറ്റ് എന്നുള്ളത് പിന്നീടുള്ള ഹയർ ക്ലാസ്സുകളിൽ ഇതിന്റെ കൺസെപ്റ്റ്, ക്രോസ് വാലിഡേഷൻ, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് നമ്മൾ പറയും. ഇനി നമ്മൾ അതിന്റെ ഒരു തെറ്റിന്റെ സാധ്യതയും കൃത്യതയും അതാണ് പറയുന്നത്. ആക്യുറസി ആൻഡ് എറർ. ബോബ് ആൻഡ് ബില്ലി വെൻ ടു എ കൺസേർട്ട്, ഒരു സംഗീത കച്ചേരി അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു മ്യൂസിക് ഫംഗ്ഷൻ. ഇന്ന് വേണമെങ്കിൽ വേടന്റെ കൺസേർട്ടിന് പോയി എന്ന് പറയാതെ. അപ്പൊ ബോബ് 300 രൂപ കൊടുത്ത്, ബോബ് 300 രൂപയായിട്ടാണ് പോയത്. ബില്ലി അതിനെടുത്ത ടിക്കറ്റ് 550 രൂപയ്ക്ക്. എൻട്രി ഫീ പെർ പേഴ്സൺ വാസ് ₹500. ഇവൻ ബോബ് എന്റെ കയ്യിൽ 300 രൂപയുള്ളൂ, ബോബിന്റെ കയ്യിൽ 300 രൂപയുള്ളൂ, ബില്ലിയുടെ കയ്യിൽ 550 രൂപയുണ്ട്. ആ ടിക്കറ്റിന്റെ വില 500 രൂപ. നമുക്ക് കാര്യം മനസ്സിലായല്ലേ? ബില്ലിക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും, ബോബിന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. എനിക്ക് 300 രൂപയുള്ളൂ. ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് മോർ ആക്യുറേറ്റ്, ബോബ് ഓർ ബില്ലി? നമ്മളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാ? ബില്ലിയാണ് കുറച്ചുകൂടെ കൃത്യമായി. ശരിക്കും പറഞ്ഞ ആവശ്യത്തിലധികം അവന്റെ കയ്യിലുണ്ട്. ഇതിൽ എത്രത്തോളം എറർ ഉണ്ട് എന്നുള്ളതാണ്. 500 വേണ്ട സ്ഥാനത്ത് 300 കൊണ്ടുപോയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-60% കറക്റ്റാണ് അല്ലേ? മറ്റത് അത്ര കറക്റ്റ് അല്ല. ഒരു 10-90-95% കറക്റ്റ്നെസ് ഒക്കെ പറയാം അല്ലേ? എന്നാലും 550-ന് 50 രൂപ കൂടുതൽ വന്നു. ഓക്കെ, നമുക്കിത് എന്താ സംഭവം നോക്കാം. Accuracy is an evaluation metric that allows you to measure total number of predictions a model gets right. Accuracy എന്ന് പറഞ്ഞാൽ അത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം കൃത്യത വരുന്നുണ്ട്. നമ്മളൊരു കൺസേർട്ടിന് പോകുമ്പോൾ അതിന് ടിക്കറ്റ് വില അവിടെ ഒരു 100-500 രൂപ ആവുമായിരിക്കും, ഒരു 550 രൂപ. അത്രയൊന്നും ആകത്തില്ലെന്നേ, വില 300 രൂപ താഴെ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് 500 അപ്പൊ നമ്മുടെ 300ന്റെ പ്രഡിക്ഷന് അത്ര വലിയ സാധ്യതയില്ല. എന്നുവെച്ചാൽ ഒരു 10-60% നമ്മുടെ കയ്യിൽ അല്ലേ? The accuracy of the model and the performance of the model is directly proportional. മോഡലിന്റെ കൃത്യതയും അതിന്റെ പെർഫോമൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അതിന്റെ കൃത്യത ഉണ്ടായിരിക്കും. Errors can be described as an action that is inaccurate or wrong. നമ്മുടെ പ്രഡിക്ഷൻ അത്രത്തോളം ശരിയല്ലെങ്കിൽ നമ്മൾ എറർ എന്ന് പറയും. In machine learning, the error is used to see how accurately our model can predict. It uses to learn new unseen data. Machine learning, the error is used to see how accurately. നമ്മൾ എററിന്റെ ശതമാനം നോക്കുന്നത് എത്രത്തോളം കൃത്യതയുണ്ട് നമ്മുടെ മോഡലിൽ നിന്ന് മനസ്സിലാക്കാൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല.
അതായത് എറർ കൂടുമ്പോൾ ആക്യുറസി കുറയും, ആക്യുറസി കൂടുമ്പോൾ എറർ കുറയും, അങ്ങനെയല്ലേ? അതാണ് ഡയറക്ട്ലി പ്രപ്പോർഷൻ. ആൻഡ് ഹെൻസ് ബെറ്റർ പെർഫോമൻസ് ഓഫ് ദ മോഡൽ, മോർ ആക്യുറേറ്റ് ആൻഡ് ദ പ്രിഡിക്ഷൻ. അതായത് കൂടുതൽ കൃത്യത ഉണ്ടായിരിക്കും. മോഡൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അപ്പോൾ എത്ര അതിൻ്റെ ആക്യുറസി കൂടുതലാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നല്ലതായിരിക്കും, പെർഫോമൻസ് നല്ലതാണെങ്കിൽ ആക്യുറസി നന്നായിരിക്കും. അതാണ് ആ ഡയറക്ട്ലി പ്രപ്പോർഷൻ. ഞാൻ നേരത്തെ സ്വല്പം മുമ്പ് തിരിച്ചാ പറഞ്ഞു. എറർ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഇന്നാക്യുറേറ്റ് ഓർ റോങ്. എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത്ര കിട്ടിയില്ല, കൃത്യമായില്ല, അതാണ് ഈ എറർ എന്ന് പറയുന്നത്. ഇൻ മെഷീൻ ലേണിംഗ്, എറർ ഈസ് യൂസ്ഡ് ടു സീ how accurately our model can predict data it used to learn data, unseen data. Unseen, നമ്മൾ ഇതുവരെ കാണാത്ത ഡേറ്റ വരുമ്പോൾ അതെങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു? Based on our error, we choose the machine learning model which perform best for a particular data set. നമുക്ക് ഇത് നോക്കാം. Error refers to difference between model's prediction and actual outcome. It quantifies how often to make model. അപ്പോൾ നമ്മൾ ഡേറ്റ കൊടുത്തു, AI മോഡലാണ്, അതിന്റെ പ്രഡിക്റ്റഡ് വാല്യൂ ഉണ്ട്, ആക്ച്വൽ വാല്യൂ ഉണ്ട്. അതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എറർ അല്ലെ? പ്രഡിക്റ്റഡ് വാല്യൂ ആക്ച്വൽ വാല്യൂം ഒന്ന് തന്നെയാണ്, ഒരുപോലെ തന്നെ വന്നു എന്നുണ്ടെങ്കിൽ എറർ 0 ആണ്. ബേസ്ഡ് ഓൺ ദ പ്രസന്റ് എറർ, AI മോഡൽ പാരാമീറ്റേഴ്സ് ആർ ഫൈൻ ട്യൂൺ ടു റെഡ്യൂസ് ഫർദർ എറർ. അപ്പൊ നമ്മൾ ആ പ്രഡിക്റ്റഡ് വാല്യൂയോട് അടുക്കാനാണ് നോക്കുന്നത്. Imagine you are training a model to predict you have certain disease. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു മോഡൽ ഉണ്ടാക്കി, അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇന്ന രോഗമുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കാൻ പോയി, കൊളസ്ട്രോളോ BP ഒക്കെ നോക്കിയിട്ട് അത് ഇതാണ് അളവെങ്കിൽ നമ്മൾക്ക് രോഗം ഇങ്ങനെയാ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ബ്ലഡിന്റെ ചില അനാലിസിസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇന്ന രോഗമെന്ന്. മിക്കവാറും എല്ലാ രോഗങ്ങളും പറയുന്നത് അങ്ങനെ തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഒരു ഡോക്ടർ പറയുന്ന പോലെ പറയുന്നുണ്ട്, ഇത് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എറർ 0 എന്ന് പറയും. ഒരുവിധം ഒരു 90% ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു 10% എറർ ഉണ്ട്. അതാണ് സംഭവം. If the model predicts you don't have the disease but you actually have a disease, കുഴപ്പമായി, അവിടെ എററായി. മോഡൽ നമ്മളോട് പറയുക നിങ്ങൾക്ക് രോഗമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ശരിക്കും രോഗമുണ്ട്. അത് എററാ സംഭവം. The error quantifies how far off prediction was from reality. അപ്പൊ നമുക്ക് ചില രോഗം ഉണ്ടെന്ന് മനസ്സിലായി, AI മോഡല് ഇൻപുട്ട് കൊടുത്തു, പ്രഡിക്റ്റ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രോഗമൊന്നുമില്ല, കുഴപ്പമായി, അയാൾക്ക് രോഗമുണ്ട്. അപ്പൊ അവിടെ ആ മോഡല് തെറ്റാണ് പറയുന്നത്. മോഡൽ പറയുന്നത് ശരിയല്ല, റോങ് പ്രഡിക്ഷൻ, there is an error detected. അപ്പോ അതാണ് സംഭവം. If the model predicts disease or no disease for a particular period, 100% accuracy for that. അപ്പോൾ ഒരു പ്രത്യേക സമയത്തേക്ക് ആ രോഗം ഇല്ല, ആ രോഗം കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ഡിസീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം നമ്മൾ രോഗം ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളോട് ഇനി കീ പോയിന്റ്സ്, ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. Here the goal is to minimize error and maximize. ഏത് AI മോഡലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതെന്തെങ്കിലും കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ, കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യതയുടെ അടുത്ത് എത്തണം. അതാണ് മിനിമൈസ് എറർ, മാക്സിമൈസ് ആക്യുറസി. കൃത്യതയോടെ അടുത്തെത്തണം, വരുന്ന തെറ്റുകൾ ചുരുക്കണം, കൃത്യത കൂട്ടണം. റിയൽ വേൾഡ് ഡേറ്റ ക്യാൻ ബി മിസ്. ഈ നമുക്ക് റിയൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന പല ഡേറ്റയും, ആക്ച്വൽ ആയിട്ട് കിട്ടുന്ന ഡേറ്റയും
അത് മെസ്സി ആയിരിക്കും. ഇത് പറയാ അതിൽ ആ ഡേറ്റയുണ്ട്, ഈ ഡേറ്റ ഇല്ല, ചിലത് കൂടുതലുണ്ട്, ചിലത് കുറവുണ്ട്. നമുക്കൊരു മെസ്സിയാണ്. വലിയ ബെസ്റ്റ് മോഡൽസ് പോലും മിസ്റ്റേക്ക്. Sometimes focusing solely on accuracy might be not be an idea. ചില ഘട്ടങ്ങളിൽ നമ്മൾ കൃത്യതയിലേക്കാണ് ശരിക്കും നോക്കുന്നത്, അത് ശരിയല്ല. ഉദാഹരണം പറയുന്നു, ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ് എ മോഡൽ വിത്ത് സ്ലൈറ്റ്ലി ലോവർ ആക്യുറസി, ഒരു ചെറിയ ആക്യുറസിയുടെ പ്രശ്നമുണ്ട്, അത്രത്തോളം ഒക്കത്തില്ല. അപ്പോ അവിടെ ഇൻകറക്ട്ലി ഐഡന്റിഫൈയിങ് ഹെൽത്ത് പേഴ്സൺ ആസ് സിക്ക് മൈറ്റ് ബി പ്രിഫറബിൾ. അവിടെ അങ്ങനെയാണ്. അതായത് ചില കാര്യങ്ങൾ തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദമാണ് ആക്യുറസി ലെവലിലെ ചെറിയ വ്യത്യാസം, അല്ലെ? രോഗമുണ്ട്, രോഗമില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ഭേദമാണ് എനിക്ക് രോഗമുള്ളപ്പോ ഇന്നതുണ്ട് എന്ന് പറയുന്നത്. 100% കൃത്യതയുടെ അല്ല, അതാണ് മറ്റേനേക്കാൾ ഭേദം. ചൂസിങ് ദ റൈറ്റ് എറർ ഓർ ആക്യുറസി മെട്രിക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പെസിഫിക് ടാസ്ക് ആൻഡ് ഇറ്റ്സ് റിക്വയർമെന്റ്. അപ്പോൾ നമ്മളുടെ ടാസ്കിനെ അനുസരിച്ചിരിക്കും, നമ്മുടെ റിക്വയർമെന്റിനെ അനുസരിച്ചിരിക്കും നമ്മൾ ആ മെട്രിക്സ് എടുക്കുന്നത്. നമ്മളിവിടെ ആ എററും ആക്യുറസിയും, ആ തെറ്റും കൃത്യതയും, effectively evaluating the improving AI models. നമ്മൾ ഇവിടെ എററും ആക്യുറസിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. നമ്മൾ അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുക. Read the instructions and fill the blank cells in the table. അവിടെ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അല്ലേ? The formula for finding error and accuracy is shown in the table. അപ്പോ predicted house price ആണ് ഈ അമേരിക്കയില് വീടുകളുടെ വിലയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അമേരിക്കയിലായിട്ട് എങ്ങനെ ചാടിപ്പോയെന്ന് ചോദിച്ചാൽ, ഇത് ഇന്റലിന്റെ പുസ്തകം. ഇന്റൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനി. നമ്മളുടെ പ്രോസസ്സറൊക്കെ ഉണ്ടാക്കുന്ന മൈക്രോസോഫ്റ്റ് ഒക്കെ കയ്യപ്പുള്ള സംഭവം. അപ്പൊ അതാണ് അവര്. അപ്പൊ 391K. ഇനിയും ഈ K എന്ന് ഉദ്ദേശിക്കുന്നത് 1000. അപ്പോ നമ്മൾ പറയുന്ന പോലെ 3,91,000 എന്നല്ല അവർ പറയുക, 391,000 എന്നാ പറയുക. പക്ഷെ അവർക്ക് 1000 കഴിഞ്ഞ് ലക്ഷമല്ല ഉള്ളത്, പിന്നെ ഉള്ളത് മില്യണാ ഉള്ളത്. അതായത് ഓരോ 3 പൂജ്യം കഴിഞ്ഞ് അവർക്ക് സംഖ്യയുള്ളൂ. നമുക്ക് ലാക്ക് കഴിഞ്ഞ് കോടിയൊക്കെ ഉണ്ട്, അവർക്ക് മില്യൺ കഴിഞ്ഞുള്ളത് ബില്യണും പിന്നെ ട്രില്യനും ഒക്കെ. 1000 കഴിഞ്ഞ് ലക്ഷമില്ല, കോടിയില്ല, മില്യണാ ഉള്ളത്. മില്യൺ എന്ന് പറയുന്നത് നമ്മുടെ കണക്കിൽ 10 ലക്ഷം. ലാക്സ് എന്ന് പറയുന്നത് യു എസ് ആർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. 1000 കഴിഞ്ഞ് മില്യണാ പറയുന്നത്. അതായത് 1000 കഴിഞ്ഞ് 3 പൂജ്യം കൂടെ ഇടണം. 2 പൂജ്യം ഇട്ട 1 ലക്ഷമാവും, 3 പൂജ്യം ഇട്ട 10 ലക്ഷം. അപ്പൊ 1000 കഴിഞ്ഞ് പിന്നെ എല്ലാം അപ്പൊ 10 ലക്ഷം വരെ പറയുന്നതെല്ലാം 1000-ല്ല. അപ്പൊ 391K നമ്മൾ 3,91,000 എന്ന് വായിക്കും. അവരെ സംബന്ധിച്ചോളം അത് 391,000. അപ്പൊ നമ്മളുടെ മോഡല് 391 $3,90,000 ആകുമെന്ന് പറഞ്ഞു, 391,000 ആകുമെന്ന് പറഞ്ഞു. ശരിക്കും കൊടുക്കേണ്ടി വന്നത് 402 $4,02,000 കൊടുക്കേണ്ടി വന്നു.
അല്ലേ? ഇവിടെ ഞാൻ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ലേ. ഞാൻ കെ 1000 വായിച്ചതേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തില്ല. നിങ്ങൾക്കിപ്പോ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ എത്ര കെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 1K എന്ന് പറഞ്ഞാൽ 1000 ആണ്. 42K എന്ന് പറഞ്ഞാൽ 42,000 ആൾക്കാർ കണ്ടു. ആ കെ കഴിഞ്ഞ് പിന്നെ എം ആ വരുന്നത്. അപ്പൊ അത് ലക്ഷം കഴിഞ്ഞ് 10 ലക്ഷത്തിലെത്തിയെങ്കിൽ ആ കെ എം ആകത്തുള്ളൂ. 1 ലക്ഷം പേര് കണ്ടു എന്ന് പറഞ്ഞാൽ 100K എന്നേ കാണിക്കുള്ളൂ. അത് 1000K ആയാലും 1M ആകുള്ളൂ. ഞാൻ ഇവിടെ ഇന്ത്യൻ കണക്കിലല്ല പറയുന്നത്, ഞാൻ കൺവേർട്ട് ചെയ്തൊന്നുമില്ല. ഞാൻ കെയുടെയും എമ്മിന്റെയും വാല്യൂ മാത്രമേ പറഞ്ഞു. കെ എന്ന് പറഞ്ഞാൽ 3 പൂജ്യം കൂടെ. ഓക്കെ. അപ്പൊ ഇവിടെ എത്രത്തോളം ശരിയായെന്ന് ചോദിച്ചാൽ 11 കെയുടെ വ്യത്യാസമുണ്ട്. പ്രഡിക്റ്റ് ചെയ്യുന്ന 391 ആക്ച്വലായിട്ട് 402 കിട്ടി. ആക്ച്വലായിട്ട് 402 കൊടുക്കേണ്ടി വരും ആ വീട് മേടിക്കുമ്പോൾ. വീടിന്റെ പ്രൈസ് ആണ് പ്രഡിക്റ്റ് ചെയ്ത്. ഓരോ അവിടെ അവർക്ക് അങ്ങനെ പോസിബിൾ ആണ്, അതിന് ഡേറ്റ കിട്ടുമോ. നമ്മളുടെ ഇവിടെയും പല സ്ഥലങ്ങളിൽ അത് പോസിബിൾ ആണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് ചില പ്രൈസ് ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരോ ഏരിയയിലും. ആ ഡേറ്റയൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന വിലയാകും എന്നൊക്കെ പറയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം, ഒരു പരിധി വരെ. അപ്പോ അവിടെ അത് പറയുമ്പോൾ ഏതാണ്ട് കൃത്യതയോടുണ്ട്. ഇത് നോക്കി ശരിക്കും 97.3% കൃത്യത വന്നു. 391,000 ഉണ്ടാകും എന്ന് പറയുമ്പോൾ 402 എന്ന് പറയുന്ന ഒരു 12,000 രൂപയുടെ വ്യത്യാസം വന്നുണ്ട് വീടിന്റെ കാര്യത്തിൽ. അത് വളരെ നെഗ്ലിജിബിളാ. അതപ്പോ ഓക്കെയാ, അത്രയും വ്യത്യാസമല്ലേ വന്നുള്ളൂ. ഇനി നമ്മളോട് പറയാണ്, അപ്പോ 11Kയുടെ വ്യത്യാസം വന്നു. അവിടുത്തെ തെറ്റെന്ന് പറയുന്നത് 0.027 ആണ്. 0.027 തെറ്റേ വന്നുള്ളൂ. ഇത് നമ്മൾ എപ്പോഴും ഒന്ന് കുറച്ചിട്ടാ പറയുന്നത്, ഒന്നിന്ന് കുറച്ചിട്ടാ പറയുന്നത്. എന്നുവെച്ചാൽ ആ എററും ആക്യുറസിയും കൂടെ കൂട്ടിയാൽ 1 കിട്ടുന്നു. അതാണ് അതിന്റെ കാൽക്കുലേഷൻ. എററും ആക്യുറസിയും കൂടെ കൂട്ടിയാൽ 1 കിട്ടുന്നു. അപ്പം 1 നമ്മൾ എറർ കുറച്ചപ്പോൾ 973 കിട്ടി. അപ്പോൾ 97.3% ആക്യുറസി. അതൊരു ഭയങ്കര ആക്യുറസിയാണ്. അപ്പോ അത് കിട്ടി. ഇനി നമ്മളോട് പറയാണ് 453 പ്രഡിക്റ്റ് ചെയ്ത സാധനത്തിന് 488 അപ്പൊ അതിന്റെ എറർ എങ്ങനെയാ? നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാമല്ലോ അല്ലെ? അതായത് 453 488 കുറയ്ക്കുക, എന്നിട്ട് അതിനെ 488 കൊണ്ട്, ആ കുറച്ചതിനെ 488 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കതിന്റെ ഒരു എറർ റേറ്റ് കിട്ടും. ആ എററിൽ നിന്ന് 1 കുറച്ചാൽ ആക്യുറസി കിട്ടും. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഇത് കണ്ട, മൂന്നാമത്തെ ലൈനിൽ 125 പ്രഡിക്റ്റ് ചെയ്തു, പക്ഷെ അതിന് 97 കൊടുത്താൽ മതി. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും 28K കുറവാ കൊടുത്തത്. അതൊരു വലിയ വ്യത്യാസമാണെന്ന് തോന്നുന്നു. 871 പ്രഡിക്റ്റ് ചെയ്യുന്നതിന് 907 കൊടുക്കേണ്ടി വന്നു. അവിടെയും ഒരു 30, 29, 36Kയുടെ വ്യത്യാസം വന്നു. 322Kയും 425Kയും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ആക്യുറസിയും എറർ റേറ്റും പറയാൻ പറ്റും. ഒന്ന് ചെയ്തു നോക്കുക. മൂന്നാമത്തെ കോളത്തില് ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും കൂടെ കുറച്ചതാണ്. നാലാമത്തെ കോളത്തില് ആ കുറച്ചതിനെ രണ്ടാമത്തെ കോളം കൊണ്ട് ഹരിച്ചതാണ്. ആ കിട്ടിയതിനെ 1 കുറച്ചതാണ് ആക്യുറസി. അവസാന കോളത്തിൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ആക്യുറസി, പെർസെൻറ്റേജ്. കാൽക്കുലേഷൻ വളരെ സിമ്പിൾ അല്ലേ? അതായത് 1 2 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ മൈനസ് പ്രഡിക്റ്റഡ് കിട്ടും.
നാലാമത്തെ കോളം അതിനെ നമ്മൾ ആക്ച്വൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അത് അതിന്റെ എറർ റേറ്റ് ആണ്. അതിനെ 1 നിന്ന് കുറച്ചാൽ അതിന്റെ ആക്യുറേസി കിട്ടും. ചില എററും ആക്ച്വലും കൂടെ കൂട്ടി 1. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിന്റെ പ്രൊസീജിയർ വളരെ എളുപ്പമുള്ള ഒരു മാത്തമാറ്റിക്സ് ടേബിൾ അവിടെ കൊടുത്തു. ഇവിടെ ABS എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മീൻസ് ആൻ അബ്സല്യൂട്ട് വാല്യൂ. ABS means absolute, which means only the magnitude of the difference without any negative sign. ഇവിടെ നമ്മളുടെ അബ്സല്യൂട്ട് എന്നാ പറഞ്ഞു. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോ 458 നിന്ന് 402 നിന്ന് 391 കുറച്ചപ്പോ 11 കിട്ടി. അതേസമയം 97 നിന്ന് 125 കുറയ്ക്കുമ്പോൾ നമുക്ക് -28 കിട്ടും അല്ലേ? പക്ഷെ ഇത് അബ്സല്യൂട്ട് ആയതുകൊണ്ട് 28 എന്ന് തന്നെ എടുക്കും. -28 എന്നുള്ളത് 28 എന്ന് തന്നെ എടുക്കും. അതാണ് അബ്സല്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫറൻസ് വിത്തൗട്ട് എനി നെഗറ്റീവ് സൈൻ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മള് 100 ആക്ച്വൽ ആയിട്ട് വരുന്നത്. നമ്മൾ 95 എന്നേ പറഞ്ഞുള്ളൂ. വേറെ ആള് 105 എന്ന് പറഞ്ഞു. ആക്ച്വലി അത് 100 രൂപ വില അതിന്റെ. ഒരാൾ 105 എന്ന് പറഞ്ഞു, വേറെ ആൾ 95 എന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും വ്യത്യാസം 5. ഓക്കെ, രണ്ടുപേര് പറഞ്ഞതിലും 5% തെറ്റ്. ഓക്കെ, ഒരാള് അതാണ് സംഭവം. വ്യക്തമല്ല. ഒരാൾ 98 പറഞ്ഞു, വേറെ ആൾ 102 രൂപ പറഞ്ഞു. ശരിക്കും 100 രൂപയാണ്. അപ്പോ രണ്ടുപേർക്കും 2% തെറ്റ് വന്നു. രണ്ടുപേർക്കും ഒരാൾ കൂടുതൽ പറഞ്ഞെങ്കിൽ തെറ്റ് വന്നു. The model evaluation stands on the 2 pillars of accuracy. അപ്പോൾ അതിൽ ആക്യുറസിയും എറർ എന്ന് പറഞ്ഞ പില്ലറിലാണ് നിൽക്കുന്നത്. നമ്മളോട് let us understand some more metrics standing on these 2 pillars എന്ന് പറഞ്ഞിരിക്കും. നമുക്ക് അടുത്ത് നോക്കാം ഇവാലുവേഷൻ മെട്രിക്സ് ഫോർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. 2 ട്രോളി അവിടെ നമുക്ക് സാധനങ്ങൾ എടുക്കാനുള്ള ട്രോളി ഉണ്ടാവും അല്ലെ? നമ്മൾ തള്ളിക്കൊണ്ട് നടക്കുന്ന ആ ചെറിയ വണ്ടി, ചാടൊക്കെയുള്ള ചക്രമൊക്കെ ഉള്ള. In one you have to place the fruits and vegetables. അപ്പോൾ ഒരു ട്രോളിയിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ച്, മറ്റതില് നമ്മൾ ഗ്രോസറി ഐറ്റം പലചരക്ക് സാധനങ്ങൾ, ബ്രെഡ്, ഓയില്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ച്, മറ്റതില് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. So basically you are classifying the items of the supermarket into 2 classes. അപ്പൊ അവിടെ നമ്മൾ 2 ഐറ്റം തിരിച്ച്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിട്ട് ഒരു ഭാഗം, പലചരക്ക് സാധനമായിട്ട് വേറൊരു ഭാഗം. ഓക്കെ, classification usually refers to a problem where specific types of class label is the result to be predicted from the given input field of data. അപ്പോ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ specific type of class label is the result to be predicted from the given input field of data. നമുക്ക് അതെന്താണെന്ന് നോക്കാം. For example, here we are working on a vegetable grocery classifier model that predicts whether the item in the supermarket is a vegetable or grocery item. അപ്പോ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ആ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഐറ്റം നമ്മൾ പച്ചക്കറിയാണോ അത് പലചരക്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ മെഷീൻ ലേണിംഗ്. Visualizing the concept of classification. Left 4 classes, right 2 classes. 4 തരത്തിൽ തരംതിരിച്ചത് ഇടതുവശത്ത്, 2 തരത്തിൽ തരംതിരിച്ചത് വലതുവശത്ത്. ഇതില് നമ്മളോട് ചോദിക്കുകയാണ്, ഏത് which of this is a classification use case example?
ഇതിനകത്ത് ഇതിന് ഏത് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നല്ലത്? ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ. നമുക്ക് ഒരു വീട് വാങ്ങണം, നമ്മളോട് പ്രഡിക്റ്റ് ചെയ്യണം അതിന് എത്ര രൂപയാകുമെന്ന്. ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ആണ്. ഒരു പക്ഷേ നഗരങ്ങളിൽ അത് സാധ്യമാണ്, ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് കേരളത്തിൽ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ, അതിന്റെ ഡേറ്റാബേസ് അവൈലബിൾ തന്നെ ഓരോ പ്രദേശത്തിന്റെ. പിന്നെ ആ ഹൗസിന്റെ വാല്യുവേഷനും കൂടെ കൂട്ടേണ്ടി വരും അതിന്റെ കൂടെ. എനിവേ, ഇത് ഒരു അമേരിക്കൻ കണ്ടക്സ്റ്റിലാണ് പറയുന്നത്, നമ്മുടെ കണ്ടക്സ്റ്റിലല്ല. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ. ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടാകുന്ന ഫ്രോഡ്, ചതി, വെട്ടിപ്പ്, പറ്റിക്കൽ, അതാണ് രണ്ടാമത്. സാലറി പ്രഡിക്ഷൻ. ഇവിടെയും നമുക്ക് അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. ഗവൺമെന്റ് സർവീസിലൊക്കെ ഇത്ര വർഷത്തെ പൊസിഷൻ കഴിയുമ്പോൾ ഇത്ര ഗ്രേഡ് കിട്ടുന്നു, ഇത്ര പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. പക്ഷെ സ്വകാര്യ മേഖലയിൽ അങ്ങനെ ഒരു സ്കെയിലില്ല. അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും സാലറി പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സാലറി പ്രഡിക്ഷൻ വരുന്നത്. സർക്കാർ മേഖലയോ അതേപോലെ ഫോളോ ചെയ്യുന്ന സംരംഭങ്ങളിലോ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത്ര വർഷം കഴിയുമ്പോൾ ഇന്ന പോസ്റ്റിലെത്തും, ഇന്ന വർഷം കഴിയുമ്പോൾ ഇന്ന പോസ്റ്റിലെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് വലിയ പ്രഡിക്ഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ കണക്കൂട്ടിയെടുക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സ്വകാര്യ മേഖലയിൽ IT കമ്പനികളിലോ മറ്റ് പുതിയ മേഖലകളിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രഡിക്ഷൻ മെത്തേഡുകൾ വേണ്ടി വരും. അവിടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ സ്കില്ലും കോൺട്രിബ്യൂഷനും ഒക്കെ കൂടെ വെച്ചിട്ടാണ് അത് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ക്ലാസിഫിക്കേഷന് സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡുകളുടെ പേരാണ് കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ ആക്യുറസി, പ്രിസിഷൻ, റീകോൾ. ഇത് തരംതിരിക്കാൻ നമ്മൾ നേരത്തെ പച്ചക്കറിയുടെ തരംതിരിവ് പറഞ്ഞു. അവിടെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ, അതായത് ഗ്രോസറി ആണോ പച്ചക്കറിയാണോ ആ ഷോപ്പിൽ ഇരിക്കുന്നത്, അതിനകത്ത് വീണ്ടും കാറ്റഗറീസ് വരാം. ബേക്കറി ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, അല്ലെങ്കിൽ പെറിഷബിൾ ഐറ്റം, നോൺ പെറിഷബിൾ ഐറ്റം. അതൊരു പക്ഷെ നല്ലതായിരിക്കും. പെറിഷബിളും നോൺ പെറിഷബിളും. അപ്പോൾ നോൺ പെറിഷബിളിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യും അല്ലേ? അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ തിരിച്ചറിയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് മെസ്സേജ് തരുന്നത് അവിടെ പടവലങ്ങ ഇരിക്കും, പച്ചക്കറി ഇരിക്കുന്നു, ഇത് ദിവസം കഴിഞ്ഞു, മണിക്കൂർ കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ പറയും. അതേപോലെ തന്നെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അത് എത്ര ദിവസത്തേക്ക്, പലചരക്കാണെങ്കിൽ അപ്പൊ അതൊക്കെ ഒരു പ്രഡിക്ഷൻ തന്നാൽ കൊള്ളാം അല്ലേ? അത് ഇന്ന സമയത്തിനുള്ളിൽ തീർന്നില്ലെങ്കിൽ സംഭവം അപകടകരമാണ്. നമുക്ക് മെഡിസിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പ്രഡിക്ഷൻസ് വേണം അല്ലെ? നമുക്ക് നമ്മുടെ കടയിൽ ഇരിക്കുന്ന ചില മെഡിസിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തേ കാണില്ല. അപ്പോൾ നമ്മളോട് പറയാം ഇന്ന മരുന്ന് ഇന്ന ഷെൽഫിൽ ഇരിക്കുന്നത്. എനിക്കറിയില്ല, ഞാനൊരു ഊഹത്തിൽ പറയാണ്. ഇന്ന ഷെൽഫിൽ ഇന്ന സ്ഥലത്തൊക്കെ ഇരിക്കുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്, എടുത്ത് കളയണം എന്നൊക്കെ വേണമെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ പച്ചക്കറി പോലെയുള്ളത്, അതായത് പെരിഷബിൾ ഐറ്റംസ്, ഇത്ര പീരീഡ് കഴിഞ്ഞ ആ ഷെൽഫിൽ വന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാവും. അവിടെയൊക്കെ പ്രഡിക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വലിയ മാളൊക്കെ ആകുമ്പോൾ ഈ പ്രഡിക്ഷൻ ടേബിള് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ ചെറിയ സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുമെന്ന് തോന്നും. എടുത്ത് കളയുവോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിൽക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. വലിയ മാളാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ? എല്ലാ ഏരിയയും ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത് ഇന്ന സാധനങ്ങൾ ഇന്ന സമയങ്ങളിൽ സ്റ്റോക്ക് ചെയ്തത്
ക്ലാസിഫൈ ചെയ്യാലോ അല്ലേ? അതാണ് അവിടെ ആ ക്ലാസിഫിക്കേഷൻ പറ്റി. അപ്പൊ ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ, സാലറി പ്രഡിക്ഷൻ. ക്ലാസിഫിക്കേഷന് നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സോ ക്ലാസിഫിക്കേഷൻ ആക്യുറസിയോ പ്രിസിഷൻ റീകാളോ നല്ലത്. അപ്പോൾ ഈ 4 മെത്തേഡിൽ നമുക്ക് തരംതിരിക്കാം. ഞാൻ തരംതിരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. ഒന്ന് ഈ പച്ചക്കറി, ഗ്രോസറി, അത് തരംതിരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പച്ചക്കറി വളരെ വേഗം ചീത്തയാകുന്ന സാധനം, പ്രത്യേകിച്ച് മുറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പൊ അവിടെ നമുക്ക് ക്ലാസിഫിക്കേഷൻ വേണം. ആ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ ആക്യുറസി, പ്രിസിഷൻ റീകോൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ 4 മെത്തേഡിൽ നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് നോക്കാം. ലെറ്റ് us say based on some clinical parameter. ലാബാണ് പറയുന്നത്. നമ്മൾ ഈ ബ്ലഡും യൂറിനും ഒക്കെ പരിശോധിക്കത്തില്ലേ, അതാണ് ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ്. You have designed a classifier that predicts whether a person is infected with a certain disease. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഇന്ന എലമെന്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇന്ന അസുഖമുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന്, ബ്ലൂ റൂമിൽ എന്തോ ഒരു എലമെന്റ് കൂടുതലാണെങ്കിൽ നമ്മൾ പറയും മഞ്ഞപ്പിത്തം. അതുപോലെ ഒരു സംഭവം ഇത്. The output is 1 if the person is infected or 0 if the person is not infected. അപ്പോൾ അയക്ക് രോഗം ഉണ്ടെങ്കിൽ 1 ആണെന്ന് പറയും, രോഗം ഇല്ലെങ്കിൽ 0 ആണെന്ന് പറയും. 1 and 0 signify whether a person is infected. The confusion matrix is handy presentation of the accuracy of the model with 2 or more classes. Confusion matrix എന്ന് പറയുന്നത് is a handy presentation accuracy of a model with 2 or more classes. 2-ലധികം ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ മെട്രിക്സ് വളരെ എളുപ്പമാണ്. The table presents the actual value on the y-axis and predicted values on the x-axis. നമുക്കറിയാം x-axis എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ആയിട്ടും y എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടും അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. The number of each cell represents the number of predictions made by a machine learning algorithm that falls into that particular category. ഇവിടെ നമുക്ക് ആ കൺഫ്യൂഷൻ മെട്രിക്സ് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രെഡിക്റ്റ് ചെയ്തതും ആക്ച്വലും ഒരുപോലെ വന്ന 12 കേസും പ്രെഡിക്റ്റ് ചെയ്തതും ആക്ച്വലി വരാത്തതും 6 കേസ്. അല്ല, അങ്ങനെയല്ല, ഒന്നുകൂടെ ഒരു ഇത് 1 ഉം 0 ആണ് നമ്മൾ പറഞ്ഞല്ലേ. അതായത് രോഗമുള്ള ആളും പ്രെഡിക്റ്റ് ചെയ്തതും, രോഗമുണ്ട ആൾക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് 12 പേർക്കുണ്ടെന്ന്. അപ്പൊ അത് കറക്റ്റായി. ശരിക്കും പ്രെഡിക്റ്റ് ചെയ്തത് 12 ആറും 18. പ്രെഡിക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയാ നോക്കുന്നത്, അല്ല രോഗമുള്ളവർ ഇങ്ങനെയാ നോക്കുന്നത്. പ്രെഡിക്റ്റഡ് 10. അപ്പോ രോഗമുണ്ട്, അത് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു, അങ്ങനെ 12. രോഗമുണ്ട്, പ്രെഡിക്റ്റ് ചെയ്തില്ല, 6 പേര്. രോഗമില്ല, പ്രെഡിക്റ്റ് ചെയ്തു, അത് 4 പേര്. രോഗമില്ല, പ്രെഡിക്റ്റും ചെയ്തില്ല, 21 പേര്. അപ്പോ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Prediction for one that were actually one appear in this.
can predict 0 each prediction by actual 0. ഇതിൽ നമുക്ക് ഈ മെട്രിക്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് നോക്കാം. നമുക്ക് prediction for 0 that actually 1 appear in the cell. അപ്പൊ ഇതിനർത്ഥം means the person infected with the disease is predicted. ഇയാൾക്ക് രോഗം ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അയാൾക്ക് രോഗമില്ല. അത് ഏതാണ്ട് 6 പേര് വന്നു. The person infected with the disease is predicted, പക്ഷെ അയാൾക്ക് രോഗമില്ല. അങ്ങനത്തെ 6 പേര് അല്ലെ. രോഗം means the person infected with the disease, രോഗം ഉണ്ട് അയാൾക്ക്, പക്ഷെ പ്രെഡിക്റ്റ് ചെയ്തത് രോഗമില്ല. അങ്ങനത്തെ 6 പേരുണ്ടായിരുന്നു. അടുത്ത നോക്കാം. prediction for 0 actually 0 appears in the cell. Person is not infected with the disease is also predicted. 21 പേരുടെ കേസിൽ രോഗമില്ലെന്ന് പറയുകയും ചെയ്തു, അവർക്ക് ശരിക്കും രോഗമില്ല. ഓക്കെ, അങ്ങനെ 21. ഇത് നോക്കുക. നമ്മള് ഇവിടെ ഒരു സംഭവമുണ്ട്. 4 പേരുടെ കേസിൽ രോഗമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് രോഗമില്ല. അപ്പൊ അങ്ങനെയാണ് ആ മെട്രിക്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിൽഡ് ദ കൺഫ്യൂഷൻ മെട്രിക്സ്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെ നമുക്ക് ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് ഉണ്ടാക്കാം? ഇവിടെ ഇത് എത്ര വരുമെന്ന് ചോദിച്ചാൽ 1 2 1 2. Assume we are predicting the presence of a disease, for example. Yes would mean that they have the disease and no would mean they don't have disease. So AI model will have the output is yes or no. ഇവിടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ 10 പേരുടെ കേസ് എടുത്തു. 10 പേരുടെ കേസ് എടുത്തപ്പോൾ ആക്ച്വലും പ്രഡിക്റ്റഡും 1 IS. ഓക്കെ, അത് പിന്നെ ആക്ച്വലും പ്രഡിക്റ്റഡും അതും ഓക്കെയാണ്. 2 നോ ആണെങ്കിലും 2 ഒരുപോലെ. ആക്ച്വലി ഉണ്ട്, പക്ഷെ പ്രഡിക്റ്റഡ് ഇല്ല എന്ന് പറഞ്ഞു. അതാണ് 4ാമത്തെ ലൈൻ. 5ാമത്തത് ഓക്കെ, നോ എന്ന് പറഞ്ഞു, ശരിക്കും ഇല്ല. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ കണക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ആ എണ്ണം നോക്കിയിട്ട് ഇവിടെ എഴുതാം. അതായത് രോഗം ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു, ആക്ച്വലും പറഞ്ഞു 2. രോഗം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇല്ലായിരുന്നു 2. രോഗം ഇല്ലാന്നും ആക്ച്വലും പറഞ്ഞു 5, പക്ഷെ രോഗം ഇല്ലാന്ന് പറഞ്ഞ ഒരാൾക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആ മോഡലത്തെ 10 എണ്ണം ആ yes or no മെട്രിക്സ് വെച്ചിട്ട് എഴുതിയിരിക്കും. Count the number of rows having yes in both the columns of the table and put the count in the first cell. അപ്പോ ഇവിടെ എത്ര yes ഉണ്ട്? Count the number of rows having yes in both the columns. 2 കോളത്തിൽ yes ഉള്ളത് 1 2. ഒന്നാമത്തതും 2 3 4 5. 7ാമത്തെ കോളത്തിൽ yes ഉണ്ട്, അത് നമ്മൾ 2 എന്ന് എഴുതി. ഇനി അടുത്തത് എന്താണ്? yes number of rows having yes in the first column and
നോ ഇൻ ദ സെക്കൻഡ്. യെസ് ആദ്യത്തെ കോള് നോ. അപ്പൊ അങ്ങനെ എഴുതി നമുക്ക് കിട്ടിയതാണ് കൺഫ്യൂഷൻ മെട്രിക്സ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. 7 പ്രഡിക്ഷൻ ഔട്ട് ഓഫ് 10 പ്രഡിക്ഷൻ ശരിയാ. അതായത് രോഗമില്ലാത്ത ആൾക്ക് രോഗം ഇല്ല എന്ന് പറഞ്ഞു, രോഗമുള്ള ആൾക്ക് രോഗം ഉണ്ട് എന്ന് പറഞ്ഞു. 7 പ്രഡിക്ഷൻ കറക്റ്റാ. അപ്പോ ഇത് 70% കറക്റ്റ് അല്ലേ? ഇത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും തെറ്റ് വന്നത് 3%, 2. അതായത് 2 എന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് രോഗം ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ ആ 2, 1 അവിടെ തെറ്റ് വരുന്നത്. ഇനി നമ്മൾ predicted values. True positive is the outcome of the model correctly predicting. അതാണ് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തത്. ഇവിടെ 12. Any class can be assumed as a positive class and the rest can be assumed as a negative. ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് ആയിട്ട് കണക്കാക്കാം. Let us say class 1 is assumed as the positive class. So you tell TP value from this matrix. Okay. ഒരു സിനാരിയോ പറയാണ്. നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോൾ വാച്ച് ചെയ്യും. രണ്ടാമത്തെ സിനാരിയോ നമ്മുടെ മെഡിക്കൽ ഡയഗ്നോസിസ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ ട്രൂ പോസിറ്റീവ് എക്സാമ്പിൾ, അപ്പൊ അവിടെ ഫ്രാൻസ് ജയിക്കും. In this earlier activity, the case in which we predicted yes, അവിടെ നമ്മൾ അടുത്തത് ട്രൂ നെഗറ്റീവ് ആണ്. നമ്മൾ രോഗം ഇല്ലാത്തവരും പ്രെഡിക്റ്റ് ചെയ്തത് അല്ലെ? മറ്റത് പോസിറ്റീവ് എടുക്കുന്നത്. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്. True negative examples. You have predicted that Germany would not win and it lost. But true negative one. In the earlier activity, the case in which we predicted no, they don't have the disease and they don't have the disease. That's negative. True negative examples. False positive is outcome of the model wrongly predicted. ആ 4 കോളം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് തെറ്റ് പറഞ്ഞ് ഇത് അല്ലെ 4 കേസിൽ അവരുടെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് രോഗമില്ല. ഇറ്റ്സ് ദ ഔട്ട്കം ഓഫ് ദ മോഡൽ റോങ്ലി പ്രെഡിക്റ്റഡ്. നെഗറ്റീവ് ക്ലാസ് ആസ് പോസിറ്റീവ് ക്ലാസ്. ഇറ്റ് ഫാൾസ് ഇൻ ടു എഫിക്കൽ. നമ്മൾ അടുത്തത് നോക്കുക. നമ്മളെ ആ വലതുവശത്തെ മുകളിലത്തെ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഫാൾസ് പോസിറ്റീവ് പറഞ്ഞ് ഫാൾസ് നെഗറ്റീവാണ് നമ്മൾ നോക്കുക. ഇങ്ങനെ 4 കോളവും എങ്ങനെ അനലൈസ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു. ഓരോ കോളും, അതായത് ആദ്യം ട്രൂ പോസിറ്റീവ്, പിന്നെ ട്രൂ നെഗറ്റീവ്, പിന്നെ ഫാൾസ് പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ്. ആ 4 കോളം എങ്ങനെയാ വന്നത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ആക്യുറസിയാണ്. ആക്യുറസി 12, 6, 4, 21 അല്ലെ? ആക്യുറസി നോക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. 12ഉം 21 അത് കൃത്യത ഉണ്ട് അതിന് അല്ലെ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്.
കൃത്യതയുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ആ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും കൂട്ടിയിട്ട് നമ്മൾ എടുക്കാഞ്ഞ എല്ലാത്തിനെയും കൂടെ കൂട്ടും. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫാൾസ് പോസിറ്റീവ് എല്ലാത്തിനെയും കൂടെ കൂട്ടും. ടോട്ടൽ നമ്പർ ഓഫ് കേസ് അത്. നമ്മൾ എത്രത്തോളം കൃത്യം പറഞ്ഞു ആ ഒരു ഡയഗണൽ ഷേപ്പിൽ വരുന്നത്, അതാണ് അത് കറക്റ്റാ. അതായത് ഇന്നയാൾക്ക് രോഗമുണ്ട്, ഇന്നയാൾക്ക് രോഗമില്ല, അത് രണ്ടും കൃത്യമാണ്. അതുകൊണ്ട് ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈ ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവാന്ന് പറഞ്ഞാൽ അത് തെറ്റാ. ഫാൾസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ അതാണ് ഫാൾസ് പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ്. അപ്പൊ ഒരു 0.767 ഒരു 76%, 76%-ലധികം കൃത്യതയുണ്ട്. അപ്പൊ അത്രയും കൃത്യത മതിയെങ്കിൽ ഓക്കെ. പക്ഷെ ഡയഗ്നോസിസ് ആണ് അവിടെ നമുക്ക് 100% അല്ലെങ്കിൽ ഒരു ഇത്രത്തോളം കൃത്യത വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 767 പോരാ. ചില കേസിൽ 767 മതി. It is only suitable when there is an equal number of observations in each class, a balanced data set, and that all predictions and prediction errors are equally important. It is only suitable when there is an equal number of observations in each class. ഇത് എല്ലാ ക്ലാസ്സിലും വേണ്ടത്ര ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലേ ഈ പ്രഡിക്ഷൻ കറക്റ്റ് ആവുള്ളൂ. ഒരു ബാലൻസ്ഡ് ഡേറ്റാ സെറ്റ് വേണം, എല്ലാ മിക്സും ഉള്ള. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു ഡേറ്റാ സെറ്റ് കിട്ടാൻ പ്രയാസമല്ല. അപ്പൊ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ഫോർ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ കൃത്യത വേണം. എന്നുവെച്ചാൽ ഇതേപോലെയുള്ള എല്ലാ കേസും കിട്ടിയെങ്കിൽ ഈ ടേബിൾ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും.